ഇന്ന് നമുക്ക് ടൈം ആൻഡ് വർക്ക് എന്ന വിഷയത്തെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. സമയവും ജോലിയും. ഇത് PSCക്കാർക്കൊക്കെ റെഗുലറായിട്ട് ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഞാൻ ഇതില് ആദ്യമൊക്കെ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഞാനൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചോദ്യമായിരിക്കും PSCക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനൊക്കെ ചോദിക്കാൻ സാധ്യത. അതുകൊണ്ട് കഴിയുന്നതും വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ചോദ്യം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്ര ജോലിക്കാര് കുറച്ച് ദിവസം ജോലി ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ അവർ ചെയ്യുന്ന ജോലിയുടെ ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും ക്വാണ്ടം ഓഫ് വർക്ക്, അതായത് അവർ ചെയ്ത വോളിയം ഓഫ് വർക്ക് എന്ന് പറയുന്നത് എത്ര ജോലിക്കാര് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ഇൻറ്റു ചെയ്ത് കിട്ടുന്നതാണ്. അത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ അവർ ചെയ്ത ക്വാണ്ടം ഓഫ് വർക്ക് കിട്ടും. സാധാരണഗതിയിലെ ഈ ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങള്, ഒന്നാമത്തെ ചോദ്യം തന്നെ നമുക്ക് തുടങ്ങാം. അതായത് 18 ജോലിക്കാർ, അതായത് 18 പുരുഷന്മാർ 36 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും. ഇതേ ജോലി 12 പുരുഷന്മാർ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാണ് ചോദ്യം. അപ്പോ നമ്മൾക്ക് 18 പേര് 36 ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 18 × 36 ആണ്. അങ്ങനെയെങ്കിൽ 12 പേര് അത്രയും ജോലി ചെയ്ത് തീർക്കാൻ തീർച്ചയായിട്ടും ആളുകളുടെ എണ്ണം കുറയുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കൂടും. ശരിയല്ലേ? അത് നമ്മള് പ്രൊപ്പോർഷൻ ഒരു റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നൊരു പോർഷൻ ഞാൻ എന്റെ ഫസ്റ്റ് ചാനലില്, കണക്കമ്മ എന്നുള്ള ചാനലില് ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പൊ അത് അവൈലബിൾ അല്ല. ഞാൻ ആ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വീണ്ടും ഒരു തവണ ഇടുന്നതാണ്. എന്തായാലും നമ്പർ ഓഫ് വർക്കേഴ്സും നമ്പർ ഓഫ് ഡേയ്സും ഇൻറ്റു ചെയ്യുന്നതാണ് വോളിയം ഓഫ് വർക്ക് എന്ന് പറഞ്ഞു. അങ്ങനെയാവുമ്പോൾ എപ്പോഴും ഡേയ്സ് കൂടുമ്പോൾ ആൾക്കാരുടെ എണ്ണം കുറയും, ഡേയ്സ് കുറയുമ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടും. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയും. അത് പറയാൻ വേണ്ടി ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ ഇവിടുത്തെ ചോദ്യം ഇതാണ്: 18 men completing a job in 36 days. In how many days 12 men complete the same work എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് വോളിയം ഓഫ് വർക്ക് ഡൺ ബൈ 18 people in 36 days is equal to 18 into 36. So how many days will take to complete the same work by 12 men? അതാണ് ചോദ്യം. അപ്പോ 18 into 36 divided by 12, which is equal to 54 days. അതായത് 12 പേരാണ് 18 പേർക്ക് പകരം ജോലി ചെയ്യുന്നതെങ്കിൽ 54 ദിവസം എടുക്കും ആ ജോലി പൂർത്തിയാക്കാൻ എന്നാണ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇൻറ്റു ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും റെസിപ്രോക്കൽ എടുക്കാനും ഒക്കെ ഉള്ള കാൽക്കുലേഷൻ മാത്രമേ ഈ പോർഷനിൽ വരാറുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ സിമ്പിൾ പോർഷനാണ്. പക്ഷെ ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചെടുത്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക അറ്റ് ദി ഏർലിയസ്റ്റ്. അതിലാണ് നമ്മളുടെ കഴിവിരിക്കുന്നത്. ഓക്കെ, അപ്പോ 18 പേര് 36 ദിവസം ചെയ്യുന്ന ജോലി 12 പേര് കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോ നമുക്ക് 54 ദിവസം എടുക്കും അത് പൂർത്തിയാക്കാൻ. അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്, ക്വസ്റ്റ്യൻ നമ്പർ 2 ഈസ്: ഇഫ് A is completing a job in 24 days, A and B takes the same work to complete in 16 days, then how many days will take B alone should complete the same work? A ഒരു ജോലി 24 ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കും. എയും ബിയും കൂടി അതേ ജോലി 16 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എങ്കിൽ ബി ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം. എ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/24 പാർട്ട്. എ ഒരു ജോലി ചെയ്തു തീർക്കാൻ 24 ദിവസം എടുക്കും. അപ്പൊ ഒരു ദിവസം ആകെയുള്ള ജോലിയുടെ 24 ഭാഗമാണ് അയാള് ചെയ്തു തീർക്കുന്നത്.
ഓക്കെ. ഇനി എയും ബിയും കൂടി ഒരു ജോലി 16 ദിവസത്തിൽ ചെയ്തു തീർക്കും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി ഒരു ദിവസത്തിൽ ചെയ്തു തീർക്കുന്ന ജോലി എന്ന് പറയുന്നത് 1/16 ആണ്. അതായത് ആകെ ഉണ്ടായിരുന്ന ജോലിയുടെ 16ൽ ഒരു ഭാഗമാണ് ഒരു ദിവസം കൊണ്ട് രണ്ടുപേരും കൂടെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലി കാണാൻ a+b നിന്ന് a മൈനസ് ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പോ 1/16 മൈനസ് 1/24. ഇത് നമുക്ക് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് മൈനസ് ചെയ്യേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഡിനോമിനേറ്ററിന്റെ LCM എടുത്തിട്ട് ചെയ്യണം. ഞാൻ LCM എടുക്കാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്താലും മതി. 16 into 24 is the LCM. 16 into 24 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 24, അതിനെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 24 മൈനസ് 16 into 24 ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 കിട്ടും. അതിനെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 16 which is equal to 8/16 into 24. ഈ 8ഉം 16ഉം കൂടെ ഞാൻ ക്യാൻസൽ ചെയ്തു. 1 and 2 കിട്ടി. സോ our answer is 1/48. അതായത് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി 48ൽ ഒരു ഭാഗമാണ്. അപ്പോ ബി ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? 48 days. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓക്കെ. ഒരാൾ ഒരു ജോലി 48 ദിവസം കൊണ്ട് ചെയ്തു തീർത്താൽ അയാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/48 എന്ന് നമ്മൾ പഠിച്ചു. അതിൽ നിന്നാണ് ഈ ആൻസർ കിട്ടിയത്. ഓക്കെ, മനസ്സിലായല്ലോ? എയും ബിയും കൂടി ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എയും ബിയും സിയും കൂടെ ചെയ്താൽ അത് 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എങ്കിൽ സി ഒറ്റയ്ക്ക് ചെയ്താൽ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം. ഇപ്പൊ ചെയ്തതിന്റെ ഡിറ്റോ ക്വസ്റ്റ്യൻ ആണ്. a+b will take to complete the same work in 6 days. The same work will be done by A, B and C in 5 days. Then how many days will take C alone to complete the same work? That's the question. Our answer is a+b ഒറ്റയ്ക്ക് രണ്ടുപേരും കൂടെ ചെയ്താൽ 6 ദിവസം എടുക്കും. a+b+c ചെയ്താൽ 5 ദിവസം എടുക്കും. എങ്കിൽ സി ഒറ്റയ്ക്ക് ചെയ്താൽ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം. അപ്പോ എയും ബിയും കൂടി ചെയ്താൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/6 പാർട്ട്. എയും ബിയും സിയും കൂടെ ചെയ്താൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/5 പാർട്ട്. സി എലോൺ എന്ന് പറയുമ്പോൾ a+b+c a+b മൈനസ് ചെയ്താൽ മതി. സോ സി ഈസ് ഈക്വൽ ടു 1/5 മൈനസ് 1/6 അല്ലെ? a+b+c മൈനസ് a+b. അപ്പൊ 1/5 മൈനസ് 1/6. 6 into 5 30 LCM. 6 minus 5 is equal to 1/30. ഒരു ദിവസം സി ചെയ്യുന്ന ജോലിയാണ് 1/30. അപ്പോ സി will take 30 days to complete the same work. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ വർക്ക് ആൻഡ് ടൈം തന്നെയാണ്, പക്ഷെ അത് മനുഷ്യന് പകരം മെഷീൻ ആണെന്നുള്ള ഇതേ ഉള്ളൂ. നമ്മളുടെ ടാങ്ക് ഫില്ല് ചെയ്യുന്ന കണക്കുകൾ, അതായത് ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ ഒരു മെഷീൻ ഓൺ ചെയ്താൽ 8 മണിക്കൂർ എടുക്കും. അതേ ടാങ്ക് വേറൊരു മെഷീൻ ഓൺ ചെയ്താൽ 6 മണിക്കൂറേ എടുക്കുള്ളൂ. അപ്പോ രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്താൽ എത്ര സമയം കൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യാൻ പറ്റും എന്നാണ് ചോദ്യം. അപ്പോ എ എന്നൊരു മെഷീൻ സ്റ്റാർട്ട് ചെയ്താൽ 8 മണിക്കൂർ എടുക്കും ടാങ്ക് നിറയാൻ. ബി എന്നുള്ള മെഷീൻ സ്റ്റാർട്ട് ചെയ്താൽ 6 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്താൽ എത്ര സമയം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോ എ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ 8 hours എടുക്കും. അപ്പോ ഒരു മണിക്കൂറിൽ എ ഫില്ല് ചെയ്യുന്നത് 1/8 പാർട്ട് ഓഫ് ദി ടാങ്ക് ആണ്. ബി അതേസമയം 6 മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യും. അപ്പോ 1/6 പാർട്ട് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ a+b ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്താൽ, എയും ബിയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്താൽ എത്ര സമയം എടുക്കും? 1/8 plus 1/6 48 LCM 6 plus 8
14/48, 7/24. ഒരു മണിക്കൂറിലാണ് 7/24. അപ്പൊ ഇതിന്റെ നേരെ റെസിപ്രോക്കൽ എടുത്താൽ മതി ഈ ടാങ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം കാണാൻ. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദി ടാങ്ക്. Fill the tank. Time taken to fill the tank is equal to 24 divided by 7. Is equal to 3 and 3/7 hours. ഇത്രയും മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് 2 മോട്ടറും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഫില്ലാവും. ഒരു ജോലി 5 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ബി ഒരു ജോലി അതേ ജോലി 8 ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത്. എയും ബിയും ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം എടുക്കും? ഇപ്പൊ ഈ മെഷീന്റെ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ. അപ്പൊ ഒരു ജോലി 5 ദിവസം എടുക്കും. അപ്പൊ ഒരു മണിക്കൂർ ഒരു ദിവസം ചെയ്യുന്നത് 1/5. ബി ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ ഒരു ദിവസം ചെയ്യുന്നത് 1/8 പാർട്ട്. രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുന്നത് A plus B. 1/5 plus 1/8. 40 is the LCM. 8 plus 5 is equal to 13/40. രണ്ടുപേരും കൂടി ഒരു ദിവസം ചെയ്യുന്നതാണ് 13/40. അപ്പോ ഇവര് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം ഓർ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 40 divided by 13 ആയിരിക്കും. ദാറ്റ് ഈസ് 3 and 1/13 ഡേയ്സ്. ഇതാണ് ആൻസർ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. അടുത്തതാണ് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡയറക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഡയറക്റ്റ് ആണ്, പക്ഷെ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സന്ദീപ് ഒരു ജോലി ചെയ്യാൻ 12 ദിവസം എടുക്കും. സന്ദീപ് 4 ദിവസം ജോലി ചെയ്തപ്പോ ഒരു പ്രകാശ് വന്ന് ജോയിൻ ചെയ്തു. എന്നിട്ട് ബാക്കി ജോലി അവര് രണ്ടുപേരും കൂടി 5 ദിവസത്തെ ചെയ്തു തീർത്തു. അപ്പോ ആ ബാക്കി ജോലി ചെയ്യാൻ പ്രകാശ് മാത്രമാണെങ്കിൽ എത്ര ദിവസം സമയം എടുക്കും എന്നാണ് ചോദ്യം. Sandeep will complete a work in 12 days. 4 days he has worked. After that, Mr. Prakash joined him and both of them together worked for 5 days and complete the work. Then how many days will take Prakash alone will do the rest of the work? Okay, എന്ന് പറഞ്ഞാല് സന്ദീപ് 12 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും എന്ന് പറയുമ്പോൾ സന്ദീപ് ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/12 പാർട്ടാണ്. സന്ദീപ് അങ്ങനെ 4 ദിവസം ജോലി ചെയ്തു. സോ 1/12 into 4 ശരിയല്ലേ? ദാറ്റ് ഈസ് 4/12 എന്ന് പറയുന്നത് 1/3 ആണ്. എന്ന് പറഞ്ഞാൽ സന്ദീപ് ആകെയുള്ള ജോലിയുടെ 1/3 ഭാഗം ചെയ്തു തീർത്തു 4 ദിവസം കൊണ്ട്. അപ്പൊ ബാക്കിയുള്ള ജോലി എന്ന് പറയുന്നത് 3/3 നിന്ന് 1/3 മൈനസ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് 2/3 പാർട്ട്. ഈ 2/3 പാർട്ട് ചെയ്യാൻ ജോലി കിടക്കുമ്പോ രണ്ടാമതൊരാൾ കൂടി ഈ സന്ദീപിന്റെ ഒപ്പം ജോയിൻ ചെയ്തു. ദാറ്റ് ഈസ് പ്രകാശ്. ഇവര് രണ്ടുപേരും കൂടി 5 days എടുത്തു ഈ ജോലി തീർക്കാൻ. അപ്പോ സന്ദീപും പ്രകാശും കൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 2/3 into 1/5 ആണ്. ശരിയല്ലേ? അപ്പൊ ആൻസർ എന്ത് കിട്ടും? 2/15. ഇതാണ് സന്ദീപും പ്രകാശും കൂടി ഒരു ദിവസം ചെയ്ത ജോലി. അങ്ങനെയാണെങ്കിൽ പ്രകാശ് ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എത്രയായിരിക്കും? സന്ദീപ് മാത്രം ചെയ്യുന്നത് 1/12 ഒരു ദിവസം. രണ്ടുപേരും കൂടി ഒരു ദിവസം ചെയ്യുന്നത് 2/15 ആണ്. അപ്പോ പ്രകാശ് മാത്രം ചെയ്യുന്ന കാണാൻ 2/15 മൈനസ് 1/12. ഈ 15ന്റെയും 12ന്റെ എൽസിയം കണ്ടുപിടിക്കണം. വേണമെങ്കിൽ അത് ഇൻറ്റു ഇട്ട് എഴുതി ചെയ്യാം. അങ്ങനെ ചെയ്യാം. 15 into 12.
15 into 12 ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും, ഇൻറ്റു 12 കിട്ടും. 12 into 2 is 24 മൈനസ് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും, ഇൻറ്റു 1 is 15. 9 by 15 into 12. ഈ 9 3 3s are 9, ഇവിടെ 4 3s are 12. ഈ 3ഉം 15ഉം കൂടെ 5 1. അപ്പൊ എത്ര കിട്ടും? 1 by 20 കിട്ടും. അതായത് പി ഒറ്റയ്ക്ക് ഒരു ദിവസം ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് 1 by 20 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രകാശ് 2 by 3 പാർട്ട് ചെയ്യാനാണ് ഈ 1 by 20 ഡേയ്സ് എടുക്കുന്നത്. അപ്പൊ പ്രകാശ് ഒറ്റയ്ക്ക് 2 by 3 പാർട്ട് ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്ന് കാണാൻ 2 by 3 into reciprocal of this part. അപ്പോ 20 ആണ്. 20 divided by 1 അതിന് ഓക്കെ. അപ്പൊ 40 by 3 കിട്ടും. That is equal to 13 and 1 by 3 days. അപ്പോ 2 by ഇതൊരു ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സന്ദീപ് ഒറ്റയ്ക്ക് ചെയ്യാൻ 12 ദിവസം എടുക്കും. അപ്പൊ ഒരു ദിവസം ചെയ്യുന്നത് 1 by 12 പാർട്ടാണ്. 4 ദിവസം സന്ദീപ് വർക്ക് ചെയ്തു. അപ്പൊ 1 by 12 into 4 that is 1 by 3 പാർട്ട്. ആകെയുള്ള ജോലിയെ 3 by 3 എടുക്കാം. അപ്പൊ അതിൽ നിന്ന് 1 by 3 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 2 by 3 പാർട്ട് മിച്ചം ഉണ്ടെന്ന് മനസ്സിലായി. ഈ 2 by 3 പാർട്ട് ചെയ്യാൻ 5 ഡേയ്സ് എടുത്തു പ്രകാശും സന്ദീപും കൂടി. അപ്പോ 2 by 3 പാർട്ട് ഒരു ദിവസം ചെയ്യുന്നത് 1 by 5 ആണ് രണ്ടുപേരും കൂടി. അപ്പോ അവർ രണ്ടുപേരും കൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 2 by 15 ആണ്. രണ്ടുപേരും കൂടി 2 by 15 ചെയ്യും. സന്ദീപ് മാത്രം 1 by 12 ചെയ്യും. അപ്പൊ പ്രകാശ് മാത്രം ചെയ്യുന്ന കാണാൻ തമ്മിൽ മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് 1 by 20 കിട്ടി. 2 by 3 പാർട്ട് ചെയ്യാനാണ് 1 by 20 ഡേയ്സ്. അപ്പൊ 2 by 3 പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എന്നുള്ളതിനെ ഇൻറ്റു 20 ചെയ്തു. അപ്പൊ നമുക്ക് 13 ദിവസം 13 and 1 by 3 അത്രയും ഡേയ്സ് ഉണ്ടെങ്കിൽ ആ പ്രകാശ് ഒറ്റയ്ക്ക് ബാക്കിയുള്ള ജോലി ചെയ്യാൻ പറ്റും. ഇത് തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്താൽ കിട്ടുന്ന ആൻസേഴ്സ് ഉള്ളൂ. ഓക്കെ, ഇതിലൊന്നും നമുക്ക് പഠിക്കാൻ കാര്യമായിട്ടില്ല. പക്ഷെ ചോദ്യം എങ്ങനെ വായിക്കുന്നു മനസ്സിലാക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ കിട്ടും നമ്മുടെ ആൻസർ. അപ്പൊ ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ വർക്കിംഗ് കോളത്തിൽ എഴുതി ചെയ്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്തരം പ്രോബ്ലംസ് വേറെ എവിടെയെങ്കിലും കിട്ടുന്നെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ വീഡിയോയിലെ കമന്റ് ബോക്സിൽ കമന്റായി ഇടുക. ഞാനത് വേറെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പോലെ ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഫ്രണ്ട്സിനോടൊക്കെ പറയുക. കണക്കമ്മ 2021. ഓക്കെ, ബൈ. താങ്ക് യു.